ഹലോ കൂട്ടുകാരെ, അറിവ് ലോകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഓണപരീക്ഷയ്ക്ക് ഈ വർഷം മുതൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. ഓണപരീക്ഷ മാത്രമല്ല, തുടർന്നുള്ള പരീക്ഷകളും ഇതേ രീതിയിലായിരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. പരീക്ഷയുടെ പേര് തന്നെ ഇനി മുതൽ മാറ്റമുണ്ടായിരിക്കും. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നത് പാദവാർഷിക പരീക്ഷ അല്ലെങ്കിൽ ഓണപരീക്ഷ എന്നൊക്കെ ആയിരുന്നല്ലോ. ഇനി മുതൽ ആത്യന്തിക വിലയിരുത്തൽ 1 എന്നാണ് അറിയപ്പെടുന്നത്. ആദ്യമായി നമുക്ക് LP തലത്തിൽ വന്ന മാറ്റങ്ങൾ എന്താണെന്ന് നോക്കാം. എല്ലാ വിഷയത്തിനും 5 സ്കോറിൻ്റെ 5 ചോദ്യങ്ങളാണ് ഇനി മുതൽ LP തലത്തിൽ പരീക്ഷകൾക്കുണ്ടാവുക. ഗണിതത്തിന് പ്രത്യേക പരീക്ഷ ഉണ്ടായിരിക്കും. A മുതൽ E വരെ 5 ഗ്രേഡുകളാണ് മൂല്യനിർണ്ണയത്തിന് നൽകുക. കൂടാതെ ആകെ നൽകുന്ന 5 പ്രവർത്തനങ്ങളിൽ 2 എണ്ണം കുട്ടിക്ക് തിരഞ്ഞെടുക്കാം. ഇതേ രീതിയിലുള്ള മാറ്റങ്ങളാണ് LP തലത്തിൽ. ഇനി UP ക്ലാസ്സുകളിലേക്ക് വന്നാലും പരീക്ഷയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വെറും ഒരു ഓർമ്മ പരിശോധന എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടിയുടെ പഠന ലക്ഷ്യം, പഠന പ്രക്രിയ എന്നിവ കൃത്യമായി വിലയിരുത്തുന്ന ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതായത് ഓർമ്മ പരിശോധനയിൽ നിന്നും മാറി ചിന്താപ്രക്രിയ, ശേഷികൾ എന്നിവ വിലയിരുത്തുന്ന ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങളിൽ ഓരോ കുട്ടിയുടെയും ഉത്തരം വ്യത്യസ്തമായിരിക്കും. ഓരോ കുട്ടികളും ചിന്തിക്കുന്നത് ഓരോ തരത്തിലായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ പാഠഭാഗത്തിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം വെറുതെ കാണാപ്പാഠം പഠിക്കാതെ വ്യക്തമായി മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങളുടേതായ ഭാഷയിൽ ഉത്തരം എഴുതാൻ കഴിയൂ. ഒരേ ചോദ്യത്തിൽ തന്നെ കുട്ടികളുടെ വ്യത്യസ്ത ശേഷികൾ വിലയിരുത്തപ്പെട്ടേക്കാം. വായിക്കാം എഴുതാം എന്ന ഒരു പ്രവർത്തനത്തിൽ മുമ്പുള്ളതുപോലെ 4-5 ചോദ്യങ്ങൾ തന്ന് വെറുതെ അവയുടെ ഉത്തരം പാരഗ്രാഫിൽ നിന്ന് നോക്കി താഴോട്ട് കോപ്പി ചെയ്യുന്നതിന് പകരം കുട്ടികളുടെ ആശയഗ്രഹണം, വിശകലനാത്മകം, വസ്തുനിഷ്ഠം, ഉയർന്ന തലം എന്നിവ 4 ടെസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഓരോ മാർക്കിൻ്റെ വീതം 4 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. കൂടാതെ ഒരുപാട് ഓപ്ഷൻസ് തന്ന് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നതിൽ നിന്നും, അതായത് 6 പ്രവർത്തനങ്ങളിൽ 5 എണ്ണം ഉത്തരം എഴുതുക എന്നാണല്ലോ നമ്മൾ പരിശീലിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി എല്ലാ പ്രവർത്തനങ്ങൾക്കും 6 എണ്ണമാണെങ്കിൽ 6 എണ്ണത്തിനും ഉത്തരം എഴുതണം എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇനി നമുക്ക് കാണാൻ കഴിയുക. ഹൈസ്കൂൾ ക്ലാസ്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആകെ ചോദ്യങ്ങളുടെ 30% വളരെ ലളിതമായ ചോദ്യങ്ങളായിരിക്കും. എല്ലാവർക്കും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്വസ്റ്റ്യനുകൾ ഉണ്ടായിരിക്കുക. ഒരു 50% ചോദ്യങ്ങളും ശരാശരിക്കാർക്ക് വരെ ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കും. ആവറേജ് ആയുള്ള കുട്ടികൾക്കും ഈ 50% ചോദ്യം എഴുതാൻ പറ്റും. പിന്നീട് വരുന്ന 20% ചോദ്യങ്ങൾ ഉയർന്ന തലത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതായത് എബവ് ആവറേജ്, ശരാശരിയേക്കാളും ഉയർന്ന തലത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന തരത്തിലായിരിക്കും ചോദ്യങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടാവുക. ഇവിടെയും തീർത്തും ഒരു ഓർമ്മ പരിശോധന മാത്രമല്ല ഈ പരീക്ഷ കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പാഠഭാഗങ്ങൾ കുട്ടികൾക്ക് എത്രത്തോളം മനസ്സിലായി അഥവാ എന്തൊക്കെ ശേഷികൾ നേടി എന്നുള്ളതാണ് ഈ ചോദ്യങ്ങളിലൂടെ വിലയിരുത്തപ്പെടുന്നത്. ഇത്തരത്തിലുള്ള അനേകം മാറ്റങ്ങൾ വരുത്തിയാണ് ഇനി മുതൽ നമ്മുടെ പരീക്ഷകൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും പഠിപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ പാഠഭാഗങ്ങളും കൃത്യമായി മനസ്സിലാക്കി തന്നെ പഠിക്കുക. ബൈഹാർട്ട് പഠിച്ച് അഥവാ കാണാതെ പഠിച്ച് ഉത്തരപേപ്പറിലേക്ക് എഴുതി വെക്കുന്ന ഒരു രീതി കൊണ്ട് മാത്രം ഇനി നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ കഴിയില്ല. കൂടുതലും നിങ്ങളുടേതായ ഭാഷയിലും നിങ്ങളുടെ ചിന്തകളിലും ഒക്കെ വരുന്ന ഉത്തരങ്ങളായിരിക്കും എഴുതേണ്ടി വരിക. അതിനുവേണ്ടി പാഠഭാഗത്തിൻ്റെ എല്ലാ ഭാഗവും നന്നായി മനസ്സിലാക്കി വെക്കുക. വരുന്ന പരീക്ഷകളിൽ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയട്ടെ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഇതേപോലെ വിജ്ഞാനപ്രദമായ കൂടുതൽ വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ അറിവ് ലോകം സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്